ഹായ് ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കോട്ടയം സ്റ്റൈലിൽ ചിക്കൻ വരട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടൊരു 1 കിലോ ചിക്കൻ, നല്ല ഫ്രഷ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പിടി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ ചതച്ചും വെച്ചിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മസാലപ്പൊടി ഗരം മസാലയോ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ എന്ത് വേണേലും ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ തൈരും, നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിലൊരു ശകലവും കൂടി ഇതിലേക്ക് ഇടുക. മൊത്തം ഇടല്ലേ, കുറച്ച് മാറ്റി വെച്ചേക്കണം. ഒരു അരമുറി നാരങ്ങ നീരൂടെ പിഴിഞ്ഞിട്ട് ഇതിന് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈവച്ച് തന്നെ നമ്മൾ മിക്സ് ചെയ്യുന്നത് എല്ലായിടത്തും ഒരേപോലെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഒരു 2 സവാള അരിഞ്ഞത്, ഒരു പിടി കുഞ്ഞുള്ളി, ഒരു അരമുറി തക്കാളി എല്ലാം കൂടി അരിഞ്ഞും കൂടി വെക്കുക കേട്ടോ. ആ സമയത്ത് അപ്പോൾ ഇതാ നമ്മുടെ പാൻ വെച്ച് ഒന്ന് ചൂടായ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞത്, ഒരു പിടി കുഞ്ഞുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴണ്ടിയതിന് ശേഷം അരമുറി തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് കുറച്ച് പൊടികൾ നമ്മൾ ഇതിലേക്ക് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് മുന്നിൽ നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ആ പാത്രത്തിൽ ഒരു ലേശം വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇളക്കി നമ്മളതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ട് പുരട്ടിയെടുക്കുക. നമ്മുടെ സൂപ്പർ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഉപ്പുണ്ടോ ഇല്ലെങ്കിൽ ഒരു ലേശം ഉപ്പ് കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തുകൊണ്ടാണ് ഇടാഞ്ഞത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റാ.